കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. രാഹുൽ ഗാന്ധി അന്തിമ തീരുമാനത്തിലെത്താത്തതോടെ ഇരുട്ടിലായിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന നേതാക്കൾ. രണ്ടാമതൊരു സീറ്റിൽ മത്സരിക്കുമോ എന്നത് പോലും രാഹുൽ തീരുമാനിച്ചിട്ടില്ലെന്നാണ് വിവരം. അന്തിമ തീരുമാനത്തിലെത്തിയിട്ടില്ല എന്ന് പതിവ് പല്ലവി AICC വക്താവ് രൺദീപ് സുർജേവാല ഇന്നും ആവർത്തിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന പ്രതീക്ഷ ദിവസങ്ങളായി ആവർത്തിക്കുന്ന സംസ്ഥാന നേതൃത്വം നിലവിൽ വ്യക്തമായ ഉത്തരമില്ലാത്ത അവസ്ഥയിലാണ്. കേന്ദ്ര നേതൃത്വത്തിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യം പരിഗണനയിലാണെന്ന പതിവ് പല്ലവിയാണ് കേന്ദ്ര നേതൃത്വം ഇന്നും ആവർത്തിച്ചത്. Congress party doesn't reject when such affection and blessings come from the heart of the people and the leaders and the workers of the party. As and when party takes a call on it, I will be happy to inform you. രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാത്തതാണ് അനിശ്ചിതത്വം തുടരാൻ കാരണം. കർമ്മമണ്ഡലമായ അമേഠിക്ക് പുറമെ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കണമോ എന്നതിൽ രാഹുൽ അടുത്ത നേതാക്കളോട് പോലും മനസ്സ് തുറന്നിട്ടില്ല. തമിഴ്നാട്, കർണാടക, കേരളം PCCകൾ രാഹുലിനെ തങ്ങളുടെ സംസ്ഥാനങ്ങളിൽ നിന്ന് മത്സരിക്കാൻ ക്ഷണിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര നേതൃത്വം ആവർത്തിക്കുന്നു. തമിഴ്നാട്ടിലെയും കർണാടകയിലെയും സാധ്യതയുള്ള മണ്ഡലങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി വരികയാണ് എങ്കിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞുവെങ്കിലും സ്ഥാനാർത്ഥികളെ പിൻവലിക്കാമല്ലോ എന്നാണ് കേന്ദ്ര നേതൃത്വം നൽകുന്ന മറുപടി. വയനാട്, വടകര സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുകയാണ്. സംസ്ഥാന നേതാക്കൾക്കിടയിൽ വലിയ അതൃപ്തിയുണ്ട്. പക്ഷേ പ്രകടിപ്പിക്കാൻ അവസരമില്ല. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടേക്കുള്ള വരവ് പ്രഖ്യാപിച്ചത് ഈ നേതാക്കൾ തന്നെയായിരുന്നു. ലിബിൻ സെബാസ്റ്റ്യനോടൊപ്പം മിജി ജോസ്, മീഡിയ 1.